ഉച്ചയൂണിനൊരു കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കുഞ്ഞു വാഴക്കൂമ്പുണ്ടായിരുന്നു. അതിനെടുത്ത് നമുക്കൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എടുത്ത വാഴക്കൂമ്പ് ഇതേപോലെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കറയും വലയും എല്ലാം എടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ തേച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് എണ്ണ പുരട്ടണം. അങ്ങനെ അപ്പോൾ അതിൻ്റെ വലയും കറയും ഒക്കെ ഒന്ന് മാറും. എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഇതേപോലെ ചെയ്യണം. ഇതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനുള്ള വല ഇതിങ്ങനെ കിട്ടും നമുക്ക്. ഇത് ഏറ്റവും ഗുണമുള്ള ഒരു കൂമ്പ് ആണ് കൂമ്പ് തോരൻ. ഇത് എന്ന് പറഞ്ഞാൽ നല്ല വിറ്റാമിൻ പോഷകം എല്ലാം ഉള്ളതാണിത്. ഇത് ഫൈബറാണ് ഇതിൻ്റെ ശരിക്കും ഫൈബർ. അത് വല നമ്മൾ വായിൽ ഇത് വലയായിട്ട് വരും. അതുകൊണ്ടാണ് ഇതിനെ മാറ്റുന്നത് ചവയ്ക്കുന്ന സമയത്ത്. ഇതിൻ്റെ വലയും കറയും എല്ലാം മാറ്റി വെച്ചിട്ടുള്ളതാണിത്. ഇതിന് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് കാണാം. തോരൻ റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് ഇതേപോലെ അരിഞ്ഞ് അല്പം കറിവേപ്പില തോരൻ ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന വാഴക്കൂമ്പ് അഥവാ വാഴത്തുണ്ട് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. നമുക്കൊരു മൂടി കൊണ്ട് മൂടി വെച്ച് വേവിക്കാം. നമുക്കൊരു അരപ്പുണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് ഒരു 3-4 വെളുത്തുള്ളി അല്ലി, ഒരു പിടി തേങ്ങ, കൂട്ടത്തിൽ ഒരല്പം ജീരകം, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. കൂമ്പ് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ ഒരു പിടി ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. സാധാരണ ചക്കക്കുരുവൊക്കെ ചേർത്തും, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ നല്ല പോഷകമൊക്കെ ഉള്ളതല്ലേ ചെറുപയർ. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പയറിൽ ഞാൻ അല്പം ഉപ്പൂടെ ചേർത്തായിരുന്നു വേവിച്ച് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് ഒന്ന് ഒതുക്കി വെച്ച് അരപ്പൊന്ന് ചൂടായതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയിടും. അരപ്പെല്ലാം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. രണ്ടും കൂടെ നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. കൂണിൻ്റെ പയറും അരപ്പിൻ്റെയും ഒക്കെ ഈ അല്പം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാം ഈസിയാണ്. എല്ലാം നാടൻ രീതിയിലുള്ള കറികളാണ് ഇതൊക്കെ. ഇപ്പോഴുള്ള ന്യൂ ജനറേഷനിലെ കുട്ടികൾക്കൊന്നും ഇത് അറിയില്ലായിരുന്നു. അവർക്കൂടെ ഒന്ന് കാണട്ടെ അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട്.